729 മുതൽ 1177 വരെയുള്ള കോസ്റ്റ് റേഞ്ചിൽ കിടക്കുന്ന വെഹിക്കിളാണ് ഈ ഒരു ഹ്യുണ്ടായി എക്സ്റ്റർ. ഇതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അഖരക് ഭവിത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വണ്ടി എക്സ്റ്ററിൻ്റെ AMTയിലുള്ള ടോപ്പ് എൻഡ് വേർഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ തന്നെ നമുക്ക് തുടങ്ങാം. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ ഹ്യുണ്ടായിയുടെ സിമ്പിളുള്ള എച്ച് രീതിയിലുള്ളൊരു DRL കാണാൻ കഴിയും. അതിവിടെയുണ്ട്. ഓക്കെ, ഇതിനടിയിൽ നമുക്കൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്. ആക്ച്വലി ഒരു വലിയ ഫുൾ സൈസ് SUV ഡിസൈൻ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊരു മൈക്രോ SUV ആണെങ്കിൽ കൂടെ നമുക്കത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് ഡിവിഷനായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു DRLൻ്റെ ഒരു പോർഷനും ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, ഒരു കണ്ടിന്യൂറ്റി കൊടുത്തിട്ടുള്ള ഭാഗമാണ്. പിന്നെ ഈ ബമ്പറിൻ്റെ ഫ്രണ്ടിലുള്ള സെക്കൻഡ് സ്റ്റെപ്പിൽ കിടക്കുന്ന ഒരു ഗ്രില്ലും. ഓക്കെ, ഈ ഗ്രില്ലും കുറച്ചൊരു പോളിഷ്ഡ് ഗ്ലേസ്ഡ് പ്ലാസ്റ്റിക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അത് ഇതിനൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് നമുക്കിവിടെ എക്സ്റ്ററിൻ്റെ ഒരു ലോഗോ കാണാം. എക്സ്റ്ററിന് എഴുതിയിട്ടില്ല, ഹ്യുണ്ടായുടെ ലോഗോ ഇവിടെ കാണാം. ഈ സൈഡ് ഡിസൈനിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു നോർമൽ ബോഡി കളറിൻ്റെ ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കട്ട് പോയിട്ട് ഈ ഫ്രണ്ട് ഡോർ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടുന്ന് അതൊരു ചെറിയൊരു സ്ട്രീം ലൈനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ടയറിൻ്റെ മുകളിൽ നമുക്കൊരു മാറ്റ് ഫിനിഷുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കാണാൻ പറ്റും മുകളിലായിട്ട്. പിന്നെ അതിൻ്റെ അടിയിൽ 15 ഇഞ്ച് വീൽ സൈസുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലും കാണാൻ കഴിയും. ഈ കാണുന്ന മിറർ ഓട്ടോ ഫോൾഡാണ്. അതായത് നിങ്ങൾ കാർ ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മിറർ തനിയെ ഫോൾഡായിട്ട് അകത്തോട്ട് വരും. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ റൂഫ് റെയിൽ കാണാൻ കഴിയും. ഇത് നോർമലി കാറുകൾ കാണുന്ന പോലെ ഒരു ഫേക്ക് റൂഫ് റെയിലല്ല. ഇതിന് ഏകദേശം 50 കിലോ ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിവിടെ നോർമൽ ഹാൻഡിൽ കാണാൻ കഴിയും. ഓക്കെ, ബാക്കോട്ട് വരുമ്പം ഈ ഒരു അവിടെ നിന്നുള്ള ലൈൻ ഇങ്ങനെ വന്നിട്ട് ബാക്കോട്ട് വരും. വീണ്ടും നമുക്കൊരു 2 ഡീവിയേഷനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ വീണ്ടും ഒരു ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ബോഡിയുടെ ആ ലൈനിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ കഴിയും. അത് ഫ്രണ്ടിലും ഉണ്ട്. ആ ഡീവിയേഷൻ കഴിഞ്ഞ് കുറച്ച് ബൾജായിട്ടാണ് ബാക്കിലോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട ഗ്രില്ലിൻ്റെ അതേ ഒരു ഫാസറ്റഡ് പോളിഷ്ഡ് ഫിനിഷ് ഇവിടെയും കാണാൻ കഴിയും. അതൊരു ഡിസൈൻ കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചതായിരിക്കണം. ഫ്രണ്ട് ഡിസൈനിൻ്റെ ഫൈനൈസ് കാണുമ്പോൾ ബാക്കിലോട്ട് വരുമ്പോൾ എനിക്കതിൻ്റെ റിഫൈൻമെൻറ്റിൻ്റെ കുറവ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ ഫ്രണ്ട് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് ബാക്കിലെ ഡിസൈനിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ആ ഒരു ഫ്രണ്ടിലെ ഒരു പോളിഷ് ഫിനിഷ് ബാക്കിലും ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിലും വണ്ടി കുറച്ചും കൂടെ ഡള്ളാക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ മുന്നിൽ കണ്ട DRLൻ്റെ LED ലൈറ്റ് അവരിവിടെയും കൊടുത്തിട്ടുണ്ട്. അതും വണ്ടിക്കൊരു യുണീക്നെസ് കൊടുക്കുന്നുണ്ട്. H എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി ആണ് ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളത് ഈ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ ഇവിടെ കാണാൻ കഴിയും. പിന്നെ ഈ സ്പോയിലർ ഭയങ്കര യുണീക്കാണ്. ഓക്കെ, ആ വണ്ടിയുടെ ഫ്ലോക്ക് അനുസരിച്ചല്ല അത് വരുന്നത്. ആ ഒരു ആംഗിൾ വന്നിട്ട് പെട്ടെന്നൊരു കട്ട് മേളിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റോപ്പർ പോലെ 2 സൈഡിലോട്ടും പ്ലാസ്റ്റിക് എലമെൻറ്റ് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു ആഡ് ഓൺ ആണ് ഈ വണ്ടിക്ക്. ഹ്യുണ്ടായുടെ ആ എൻജിൻ റൂമിൻ്റെ റിഫൈൻമെൻറ്റ് എപ്പോഴും നമ്മൾ എടുത്ത് പറയാറുള്ളതാണ്. ആ ഒരു ഡിസൈൻ്റെ ക്ലിയർനെസ് നമുക്ക് അവർ എൻജിൻ റൂമിലും കാണാൻ കഴിയും. ഈ ഒരു എൻജിൻ ആക്ച്വലി 1.2 ലിറ്ററാണ്. നമ്മളുടെ ഗ്രാൻഡ് 10 നിയോസിലൊക്കെ കാണുന്ന എൻജിൻ തന്നെയാണ് ഈ ഒരു എൻജിൻ. ഇവർക്ക് ഈ 1.2 ലിറ്റർ എൻജിൻ മാനുവൽ ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്, AMTയിൽ അവൈലബിൾ ആണ്, MT പ്ലസ് CNG അവൈലബിൾ ആണ്. ഈ ഒരു എൻജിന് 83 PS പവർ തരാൻ പറ്റും. കൂടാതെ 113.8 Nm ടോർക്കും ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ ഈ ഡിക്കി പൊക്കുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ് തോന്നിയതെന്ന് വെച്ചാൽ പൊതുവെ ഈ ഒരു പോർഷൻ നമ്മളുടെ ബോഡിമേൽ ഉണ്ടാവുക മുകളിൽ ലോക്ക് ചെയ്ത് വെക്കാറായത്. പക്ഷേ ഇത് നേരെ ഇൻവേർട്ടറാണ്. ബോഡിമേൽ തന്നെയാണ് ഇവർ ഈ ഒരു ലിവർ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻറ്റീരിയറിൽ കയറുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ യുണീക്ക് ഫീച്ചറാണ്. ഇവിടെ നമുക്കൊരു ഡാഷ് ക്യാം കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഇത് റെക്കോർഡ് ചെയ്യും. ഏകദേശം 64 GB ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ 8 ഇഞ്ച് ഡിസ്പ്ലേ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ നോർമലി നമ്മളെല്ലാവരും കാണാറുള്ള എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്തുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടാവണം, സെൽറ്റോസിലും ക്രെറ്റയിലൊക്കെ കാണുന്ന ആ സെയിം ഡിസൈനിന് സിമിലാരിറ്റി വരുന്നൊരു ഫ്രണ്ട് യൂണിറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ഒരു പ്ലാസ്റ്റിക് പാർട്ട് ജസ്റ്റ് കയറി വരുന്നുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആ ഒരു നമ്മൾ നിയോസിൽ കണ്ടു വരുന്നൊരു ഡാഷിൻ്റെ ഒരു ചെറിയൊരു ഇൻസ്പിറേഷനുള്ള ഒരു ഡാഷാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുണ്ട്. ഒരു സോക്കറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് ആയിരിക്കണം. പിന്നെ ഇതൊരു C പോർട്ടാണ്. പിന്നെ USB പോർട്ടും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ കാലത്തിനനുസരിച്ച് ഹ്യുണ്ടായി അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവിടെ
ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വയർലെസ് ചാർജർ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഗിയറിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഒരു ലെറ്റേഴ്സ് വന്നപ്പോൾ ഇത് ഡ്രൈവിലാണെന്ന് ആലോചിച്ച് പോയി. പക്ഷേ ഇത് ആക്ച്വലി ഇവിടെ ലൈറ്റിംഗ് മെക്കാനിസം ഉണ്ടാവും, നമുക്ക് മനസ്സിലാവുന്നത് ന്യൂട്രലാണെന്ന്. പിന്നെ നമുക്ക് ഡ്രൈവിലോട്ട് വരുമ്പോൾ ഇത് വേണമെങ്കിൽ മാനുവലി നമുക്കിത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടെ റൈറ്റിലോട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് മാനുവലി ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് കാണുമ്പോൾ ഇവിടെ 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. നമ്മൾ പാർക്കിംഗ് ബ്രേക്കാണത്. ഇവിടെ നല്ലൊരു കപ്പാസിറ്റി ഉള്ള ഒരു ഗ്ലൗ ബോക്സ് നമുക്കിവിടെ കാണാൻ കഴിയും. ന്യൂസിലെ കണ്ടുവരുന്ന ആ സെയിം AC വെൻസാണ് ഇവിടെയുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി തന്നെ അവർ ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്തതെന്ന് എനിക്ക് പറയേണ്ടി വരും. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി പറയാനില്ല, ഹ്യുണ്ടായി അത് എപ്പോഴും വൃത്തിയായിട്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഈ വെഹിക്കിളിലും കാണാൻ കഴിയും. സീറ്റൊക്കെ അത്യാവശ്യം കംഫർട്ടബിളാണ്, നല്ല ഒരു തൈ സപ്പോർട്ടൊക്കെ തരുന്ന ഒരു സീറ്റാണ്. പിന്നെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ നോർമലി എല്ലാ കാറിൽ കാണുന്ന പോലെ തന്നെ വിൻഡോസിൻ്റെ കൺട്രോളും ലോക്ക് അൺലോക്ക് കൺട്രോളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഗ്ലാസിൻ്റെ കൺട്രോളും ഇവിടെയുണ്ട്. സൈഡിലും ഒരു ബോട്ടിലൊക്കെ ക്ലീൻ ആയിട്ട് നമുക്കിവിടെ വയ്ക്കാം. എക്സ്റ്ററിൻ്റെ വീഡിയോസ് നിങ്ങളതിന് മുൻപേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോഴും ഭയങ്കര റെലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് പഞ്ചും എക്സ്റ്ററൊക്കെ അടങ്ങിയ സെഗ്മെൻറ്റ്. എക്സ്റ്ററിൻ്റെ വെഹിക്കിൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട് എന്ന് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 1 വർഷം ആയെങ്കിലും ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ടിരിക്കും എന്നെനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു കാറ് സെലക്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. ബാക്കിലോട്ട് കയറുമ്പോൾ ഒരു അത്യാവശ്യം സ്പേസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ലെഗ് റൂം ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊരു സ്കൂപ്പ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു റിക്ലൈനിങ് ആംഗിൾ ഇത് തരുന്നുണ്ട്. അപ്പം ദൂരയാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു വെഹിക്കിൾ. അതായത് ഒരു സെഡാനിലിരുന്ന് യാത്ര ചെയ്യുന്ന അതേ ഒരു കംഫർട്ട് ഈ ഒരു മൈക്രോ SUV നമുക്ക് തരുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം സെഡാൻസിനൊന്നും പൊതുവെ ഈ ഒരു റിക്ലൈനിങ് ആംഗിൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ഇവർക്ക് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതും നല്ലൊരു കംഫർട്ട് തരും. 3 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ അവർ സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് റിയർ AC വെൻസ് ഉണ്ട്, ചാർജിങ് സോക്കറ്റും ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് അവർക്ക് പോർട്ടും USB ചാർജിങ് പോർട്ടും കൊടുക്കായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം ബാക്കിലിരിക്കുന്ന യാത്രക്കാർക്കും കൺവീനിയൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണത്. പിന്നെ ഈ ഒരു AC വെൻസും ബാക്കിലിരിക്കുന്ന യാത്രക്കാരുടെ കംഫർട്ടിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും മുന്നിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് വണ്ടിക്കകത്ത് തരും. ഞാൻ എൻ്റെ ഫ്രണ്ട് പോർഷൻ പറഞ്ഞു, ഇൻറ്റീരിയർ പോർഷൻ പറഞ്ഞു. ബാക്കിലോട്ട് വരുമ്പോൾ എനിക്കൊരു റിഫൈൻമെൻറ്റിൻ്റെ കുറവ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്റ്ററിൽ. പിന്നെ ഡിക്കി തുറക്കുമ്പോൾ നമുക്കൊരു 391 ലിറ്റർ എന്ന വലിയൊരു ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള ബാക്ക് നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അത് എപ്പോഴും ഒരു ഫാമിലിക്ക് ഭയങ്കര നല്ലതായിരിക്കും. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, ഉള്ളിലേക്ക് വേണ്ട ലൈറ്റ്. പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഇവരുടെ സ്പെയർ വീൽ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഈ ഒരു സാധനം തുറക്കുമ്പോൾ ഇതൊരു സിംഗിൾ സീറ്റാണ്, അതായത് ഫുള്ളി ഒരു സീറ്റാണ്. നമ്മളിപ്പോൾ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ പൊതുവെ 60-40 50-50 ഫോൾഡബിൾ ആയിരിക്കും സീറ്റ്. പക്ഷേ ഇതൊരു സിംഗിൾ സീറ്റാണ്. അപ്പം നമുക്കൊരു കൂടുതൽ ലഗേജ് കപ്പാസിറ്റി ഒക്കെ വേണമെങ്കിൽ അത് മൊത്തമായിട്ട് അങ്ങ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. 2023-24 ഇന്ത്യൻ കാർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച വെഹിക്കിളാണ് ഈ പറഞ്ഞ ഹ്യുണ്ടായി എക്സ്റ്റർ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു മൈക്രോ SUV ആണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹ്യുണ്ടായിയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഈ ഓണം പ്രമാണിച്ച് ഹ്യുണ്ടായി എക്സ്റ്ററിന് വേണ്ടിയിട്ട് ഒരു 20,000 രൂപയുടെ കൺസ്യൂമർ ഓഫർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മിസ് ചെയ്തിരിക്കുക. കൂടാതെ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കോൺടെസ്റ്റും അവർ ഒരുക്കുന്നുണ്ട്. കുറേ സമ്മാനങ്ങൾ അവർ ഈ ഒരു സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ കസ്റ്റമർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവർ സ്പെഷ്യൽ ഗിഫ്റ്റ്സും തരും. അപ്പം ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരാം.